പ്രിയപ്പെട്ട തിരുവോണം നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിൻ്റെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു ഫലപ്രവചനമാണ് ഇവിടെ നൽകുന്നത്. ഈ ഫലപ്രവചനം ഏറ്റവും കൃത്യമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ജ്യോതിഷത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഈ ഫലശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിവിധ തരം ടൂളുകളെ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നമ്മുടെ മുന്നിലേക്കുള്ള കാലഘട്ടത്തിലേക്ക് ഒരു വഴികാട്ടിയാകും. ചിലതിൽ നിന്ന് നമുക്ക് മാറി നടക്കാനും ചിലത് നമുക്ക് നേടിയെടുക്കാനും പ്രയോജനപ്പെടുന്നതാണ്. മാത്രമല്ല, ഇതിൽ ഉണ്ടാകുന്ന ചില ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഇവിടെ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് വഴി നമ്മുടെ വാട്സപ്പ് ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താം. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ ഡെയിലി നിങ്ങൾക്ക് അപ്ഡേഷൻ വഴിക്ക് നിങ്ങൾക്ക് ഈ ചാനൽ വഴിക്ക് ലഭ്യമാകുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ അതൊന്ന് നോട്ട് ചെയ്തിട്ട് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു എന്ന് പിൽക്കാലത്ത് നിങ്ങൾക്ക് അറിവ് ലഭിക്കാനും ഇതിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകാനും ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറായി നൽകുന്ന എനിക്കൊരു സന്തോഷത്തിനും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് 2025 പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 കാലഘട്ടം ഒരു പ്രത്യേക ഏരിയയെ കേന്ദ്രീകരിച്ച് കടന്നു പോകുന്നതായിട്ട് പറയാം. അത് ഏത് ഏരിയ എന്ന് വെച്ചാൽ തൊഴിലും തൊഴിൽ സമ്മർദ്ദവും എന്ന് തന്നെ പറയാം. അതായത് പുതിയ തൊഴിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിൽ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. എന്നാൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് തൊഴിലിന് നേരിയായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള കാലഘട്ടമായിട്ട് ഇതിനെ പരിഗണിക്കാവുന്നതുമാണ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെ കണ്ടുമുട്ടുന്നതിനും 2023-24 കാലഘട്ടങ്ങളിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്ന ചില കാര്യങ്ങൾ 2025 നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് തങ്ങളുടെ തൊഴിലിൽ കുറച്ചുകൂടി ആഭിമുഖ്യം വെച്ച് പുലർത്തിയാൽ ആ തൊഴിലിൽ കുറച്ച് ഉന്നമനവും ഒപ്പം തന്നെ സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടായി വരുന്നതാണ്. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലിൽ കുറച്ച് സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ മേലധികാരികളെയൊക്കെ പിണക്കാതിരിക്കാൻ ഇവർ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം. മാത്രമല്ല, ഒരു ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് ചാടാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. കാരണം കയ്യിലിരിക്കുന്നതും നഷ്ടപ്പെട്ടു, ഉത്തരത്തിലുള്ളത് എടുക്കാനും കഴിഞ്ഞില്ല എന്ന മട്ടിൽ വായിക്കും ചുണ്ടിന് ഇടയ്ക്ക് വെച്ച് ഈ അവസരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു തൊഴിൽ വിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. കുടുംബജീവിതം നയിച്ചു കൊണ്ടുപോകുന്നവർക്ക് അവർക്ക് ഉത്തരവാദിത്വ കുറവ് മൂലമുള്ള പഴി കേൾക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ, നിങ്ങളുടെ കടമകളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കാത്തതുകൊണ്ട് നാലുപാടു നിന്നും പഴികളൊക്കെ കേട്ടു എന്ന് വന്നേക്കാം. സ്വന്തമായിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവുകളെ കണ്ടെത്തുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും ഇക്കൊല്ലം കഴിയുന്നതാണ്. പല വിധത്തിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകളുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ചില കുത്തൊഴുക്കുകൾ കൊണ്ടോ നമുക്കത് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷം അത് പൊടി തട്ടിയെടുത്ത് നമുക്ക് കൂടുതൽ ശോഭനീയമാക്കുവാൻ കഴിയുന്നതാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ നോക്കാൻ അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി പോകുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ മൂലം ചില ഡിലേകളൊക്കെ വന്നേക്കാം. പുതിയ ഗൃഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. പുതിയ സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട്. ഉള്ള ഗൃഹം തന്നെ മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അവസരം വന്നു ചേരുന്നതാണ്. പാരമ്പര്യമായി ലഭിച്ച സിദ്ധികൾ പ്രയോജനപ്പെടുത്താനും അതുവഴിക്ക് ധനാഗമനം കൂടുതലായിട്ട് ഉണ്ടാക്കുവാനും ഈ കൊല്ലം കഴിയുന്നതാണ്. ഭക്ഷണത്തിനോടുള്ള അമിത താല്പര്യം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ട് ഉദര രോഗങ്ങൾ ഉണ്ടായി വരാനും പഴകിയ രോഗങ്ങൾ അതിനെ ചികിത്സിക്കാതെ വിടുന്നത് കൊണ്ട് ഇരുന്ന് മൂർച്ഛിക്കപ്പെടാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഉദാസീനത, മടിശീലം കൊണ്ട് പഠനപരമായ കാര്യങ്ങളിൽ കുറച്ച് വൈകല്യം വരും. എന്നിരിക്കലും നിങ്ങളുടെ സ്ഥിരോത്സാഹം
വർദ്ധിപ്പിക്കാമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാധികാരികളിൽ മികച്ചതായ മാർക്ക് മേടിക്കാൻ കഴിയും. പരമാവധി ഉദാസീനതകൾ ഒഴിവാക്കേണ്ടതാണ്. കുടുംബത്തിൽ വിവാഹ മംഗള കർമ്മങ്ങൾ നടക്കുവാനും നിങ്ങൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വന്തമാക്കാനും ഇപ്പോൾ കഴിയുന്നതാണ്. പ്രണയ വിഷയങ്ങളിൽ വാക്കുകളുടെ ദുരുപയോഗം മൂലം കുറേയധികം മനപ്രയാസം ഉണ്ടാക്കുന്ന ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം. ധനക്ലേശത്തിന് അറുതി വരുത്താനായിട്ട് സ്വന്തം തൊഴിലിനോടൊപ്പം മറ്റൊരു ഇൻകം കൂടി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പുതിയൊരു ജോലിയും കൂടെ ചെയ്യാൻ പ്രാപ്തമായേക്കും. പുഴ, ഒഴുക്കുവെള്ളം, ഉയരത്തിൽ നിന്ന് ജലം പതിക്കുന്ന സ്ഥാനങ്ങൾ ഇവയൊക്കെ അപകടകരമായിട്ടുള്ള സ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ പോകുന്നത് ശ്രദ്ധിച്ചു വേണം. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാൻ യോഗമുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചിലത് നമ്മുടെ കൈവെള്ളയിൽ എത്തിച്ചേരാനും ഈ കൊല്ലം യോഗം കാണുന്നുണ്ട്. 2025 വർഷത്തിലെ തിരുവോണം നക്ഷത്രക്കാരുടെ ഒരു പൊതുസ്ഥിതിയാണ് ഇവിടെ പറഞ്ഞത്. ഇത് നിങ്ങളുടെ ഗുണത്തിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അതിനെ നേടിയെടുക്കുകയും ദോഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില പരിഹാരങ്ങളൊക്കെ നിർദ്ദേശം നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഈ വർഷം എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങളൊരു ജ്യോതിഷന്റെ സേവനം തേടണം. നിങ്ങളുടെ ജാതകം പരിശോധിക്കുക, ഈശ്വരാധീനം ചെക്ക് ചെയ്യുക, അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പരിഹാരം പറയുന്നത് നിങ്ങൾക്ക് ഏവർക്കും ചെയ്യാവുന്നതാണ്. ശിവക്ഷേത്രത്തിൽ കൂവളമാല പ്രദോഷം തോറും 6 മാസം നടത്തുകയും ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാലഭിഷേകം ചെയ്യുകയും ദേവീക്ഷേത്രത്തിൽ മാസത്തിലെ 3-ാമത്തെ ചൊവ്വാഴ്ചോറ് സിന്ദൂരാർച്ചന ചെയ്യുകയും പാശുപത യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അഡ്മിൻ അപ്പോഴൊരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദന മഠം. നമസ്തേ.